നിക്കീസ് കഫേയുടെ മറ്റൊരു വീഡിയോ ബ്ലോഗിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും നിറഞ്ഞ സ്വാഗതം. ഞാൻ റീസെൻ്റായിട്ട് ഒരുപാട് വീഡിയോസ് ഇൻ്റർനെറ്റിൽ ഇങ്ങനെ കാണുകയായിരുന്നു. ലോ ഓഫ് അട്രാക്ഷൻ, മാനിഫെസ്റ്റേഷൻ, ഗ്രാറ്റിറ്റ്യൂഡ്, അങ്ങനെ കുറേ സംഭവങ്ങളെക്കുറിച്ചൊക്കെ വായിക്കുകയും പഠിക്കുകയും ചെയ്തു. എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരുന്നു. അല്ലെ ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യുമോ, അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻ വർക്ക് ചെയ്യുമോ, അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് വർക്ക് ചെയ്യുമോ എന്നൊക്കെ. അപ്പോൾ ഇതിനൊക്കെ ഒരുപാട് ട്രെയിനേഴ്സും യൂട്യൂബിൽ ഇൻ്റർനെറ്റിലൊക്കെ ഒരുപാട് കോഴ്സുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ആലോചിച്ചു, അതായത് ഒരു കരിങ്കല്ല് അല്ലെങ്കിൽ പാറപ്പുറത്ത് ഏറ്റവും മനോഹരമായ റെസ്റ്റോറൻറ്റ് വർഷങ്ങളുടെ കഷ്ടപ്പാട് കൊണ്ടെടുത്ത നിങ്ങളായിരിക്കാം ഒരു പക്ഷേ മാനിഫെസ്റ്റേഷനെ കുറിച്ചോ ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ചോ ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ചോ വളരെ കുറച്ചുകൂടെ ലോജിക്കലായിട്ട് പ്രേക്ഷകർക്ക് പരിചയം കൊടുക്കാൻ പറ്റുന്നത് എന്നെനിക്ക് തോന്നുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ആശയം പിടികിട്ടി. ആ ആശയത്തെ ഒന്ന് പ്രേക്ഷകർക്ക് കൺഫ്യൂഷൻ ഇല്ലാതെ നിങ്ങളിതെല്ലാം പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടോ, ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടോ, മാനിഫെസ്റ്റേഷൻ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടോ, അറിഞ്ഞോ അറിയാതെയോ, അതിനെക്കുറിച്ച് പ്രേക്ഷകർക്ക് ഒരു ക്ലാരിറ്റി കൊടുക്കുകയാണെങ്കിൽ ഒരു ക്ലാരിറ്റി കിട്ടും. എനിക്കും ക്ലാരിറ്റി ഇല്ല, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത്. ഒന്ന് പങ്കുവെക്കാമോ? ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയാം. ഞാൻ ബ്രദറോടെയാണ് ഈ പ്രോജക്റ്റ് ഞങ്ങൾ ആലോചിക്കുന്നത്. സത്യസന്ധമായിട്ട് പറഞ്ഞ് ഈ പറയുന്ന ഇതിൻ്റെ ഇങ്ങനൊരു സിസ്റ്റം ഇതിനകത്തുണ്ടെന്നും ഫോളോ ചെയ്യേണ്ട ഇത്തരത്തിലുള്ള മെത്തേഡ്സ് ഉണ്ടെന്നും ഒന്നും ശരിക്കും എനിക്കറിയില്ല. വളരെ റീസെൻ്റ്ലി നമ്മുടെ എൻ്റെ ഒരു ഏജ് പറയുന്ന ഒരു 30ക്ക് ശേഷമൊക്കെയാണ് ഞാൻ ഈ പലതും വായിക്കുകയും അറിയുകയും ഒക്കെ ചെയ്യുന്നതും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത് വളരെ റീസെൻ്റ്ലിയാണ്. അപ്പോൾ അതിന് മുന്നേ ആൾറെഡി ഞങ്ങൾ ഈ പ്രോജക്റ്റും ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷൻ ഉണ്ടാക്കി ഒക്കെ ആൾറെഡി നമ്മൾ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഇതിനകത്ത് ശരിക്കും ചെയ്തതെന്ന് പറയുന്നത് ഇത്തരത്തിലുള്ളൊരു സിസ്റ്റം ഫോളോ ചെയ്യുകയൊന്നുമല്ല. ഞങ്ങളൊരു പ്ലാൻ ഉണ്ടാക്കി, അതിനൊരു സ്ട്രാറ്റജി ഉണ്ടാക്കി, ഒരു വിഷൻ ഞങ്ങളുണ്ടാക്കി. എന്നിട്ട് ഞങ്ങൾ അതിനു വേണ്ടി നിരന്തരം കഴിഞ്ഞ 10 വർഷമായിട്ട് അതിനുവേണ്ടി നിരന്തരമായിട്ട് നമ്മൾ പ്രയത്നിച്ചു. ഇതാണ് ഞങ്ങൾ ചെയ്തത്. അപ്പോൾ പിന്നെയാണ് ആ ഒരു ജേണി എടുത്ത് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണ് മനസ്സിലാകുന്നത് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നതും ഞങ്ങൾ ചെയ്തിരിക്കുന്നതും യാദൃച്ഛികവശാലും ഒന്നാണ്. അതെ, തീർച്ചയായിട്ടും. പിന്നെയാണ് നമുക്കത് മനസ്സിലാവുന്നത്. ഞങ്ങളത് ബോധപൂർവം അത് പ്രാക്ടീസ് ചെയ്തിട്ട് ഇല്ല ഒരിക്കലും. ഞാനോ എൻ്റെ ബ്രദറോ ഒന്നും അത്തരത്തിലുള്ള ഒരു ട്രെയിനിങ്ങോ അറ്റൻഡ് ചെയ്തില്ല എന്ന് പറയുമ്പോഴത്തേക്ക് ആ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുന്ന ആളുകൾ മോശക്കാരാണെന്നൊന്നും അല്ല പറയുന്നത്. ഞങ്ങൾക്ക് അതിനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഒന്നും ഞങ്ങൾ ഇത് ആലോചിക്കുന്ന സമയത്തില്ലായിരുന്നു. അതിനുള്ളൊരു സാഹചര്യം ഞങ്ങൾക്കില്ലായിരുന്നു. അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഒരുപക്ഷെ ഇപ്പോഴൊക്കെയാണ്, ഈ കാലത്തിലൊക്കെയാണ് ഞങ്ങൾ അതിനെക്കുറിച്ച് ആലോചിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഞങ്ങൾ ഇങ്ങനെയുള്ള ഉറപ്പായിട്ടും ഞങ്ങൾ അവരുടെ ഒരു കൃത്യമായിട്ടും അവരുടെ ഒരു അഡ്വൈസ് ഞങ്ങൾ ഉറപ്പായിട്ടും ഞങ്ങൾ മേടിച്ചേനെ. പക്ഷേ അന്ന് അതിനുള്ളൊരു സാഹചര്യം ഒന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ വാങ്ങിച്ചില്ല. അത്രേ ഉള്ളൂ. 8 വർഷം മുമ്പ് ഇതൊന്നും അത്ര പോപ്പുലർ അല്ലായിരുന്നു. ഒരിക്കലും എനിക്ക് തോന്നുന്നു നമ്മളെ സാധാരണക്കാരിലേക്ക് ഇതുണ്ടായിരിക്കാം. നമ്മൾ സാധാരണക്കാരിലേക്കും ഒക്കെ ഇത് എത്തുന്ന ഒരുപക്ഷെ ഒരു കോവിഡിന് ശേഷം ഈ സോഷ്യൽ മീഡിയ വളരെ ലൈവായതിനു ശേഷം ഒക്കെ ആയിരിക്കും കുറച്ചുകൂടെ നമുക്ക് ഈ ഫ്രീ ആയിട്ട് ഇത്തരത്തിലുള്ള കോഴ്സുകളും ഈ സംഗതികളും ഒക്കെ ഞങ്ങളിലേക്ക് എത്തുന്നതെന്ന് പറയുന്നത് കുറച്ചുകൂടെ ഫ്രീ ആയിട്ട് എത്തുക എന്ന് പറയുന്നത് അതിനുശേഷമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഞങ്ങൾ ഇതൊന്നും പ്രാക്ടീസ് ചെയ്തിട്ടില്ല. അതാണ് സത്യസന്ധമായിട്ടുള്ള മറുപടി. അത് എന്തെങ്കിലും അതിനോട് വിയോജിപ്പുള്ളത് കൊണ്ടല്ല ഞങ്ങളത് പ്രാക്ടീസ് ചെയ്തിട്ടില്ല. തീർച്ചയായിട്ടും ആ പ്രോസസ്സിലൂടെ തന്നെയാണ് ഒരു സിസ്റ്റം ഉണ്ട്. അപ്പൊ അതിനൊന്നും ബ്രേക്ക് ചെയ്തിട്ടൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം ഞങ്ങൾ ആ ഒരു എൻ്റെ ജേണി എടുത്ത് ഇപ്പോഴും നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഞങ്ങളൊരു കുറേ വർഷങ്ങൾക്ക്, ഒരു 10 വർഷങ്ങൾക്ക് നമ്മൾ ഒരു പർട്ടിക്കുലർ കാര്യം ആഗ്രഹിക്കുന്നു. ഒരു 10 വർഷത്തിനിപ്പുറം ഞങ്ങൾ ആ ആഗ്രഹിക്കില്ല. അപ്പോൾ ഒരു 10 വർഷത്തെ ജേണിയാണ് ഞങ്ങളുടേത്. അപ്പോൾ ആ ജേണി എടുക്കുമ്പോഴത്തേക്ക് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കടന്നു പോയിട്ടുണ്ട്. ഓരോ ഘട്ടത്തിലും ഞങ്ങൾ ഇത് പറഞ്ഞ് അറിയാതെ അത് തീർച്ചയായിട്ടും ഞങ്ങൾ ഇതിലൊക്കെ കൂടെ ഞങ്ങൾ ഓരോ ഘട്ടത്തിലും കടന്നു പോയിട്ടുള്ളതാണ്. ഞങ്ങളത് ഇപ്പോഴാണ് റിയലൈസ് ചെയ്യുന്നത് ഇങ്ങനെ ഒരു പ്രോസസ്സിലൂടെയാണ് കടന്നു പോയത്. അപ്പം ഞങ്ങൾ അതിനകത്ത് ചെയ്തതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആദ്യം ഞങ്ങൾക്കൊരു റെസ്റ്റോറൻറ്റ് ചെയ്യാം. ഞങ്ങളൊരു റെസ്റ്റോറൻറ്റ് ബിസിനസ് ഉള്ളതാണ് ഞാനും എൻ്റെ ബ്രദറും കുറേ വർഷങ്ങളായിട്ട്. ഏകദേശം ഞങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനൊരു 25 വർഷം പഴക്കമുള്ള റെസ്റ്റോറൻറ്റ് വഴിയോരക്കട എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റ് ഭാഗമാണ് ഞാൻ. എൻ്റെ ബ്രദറും ഞാനും കഴിഞ്ഞ കുറേ അധികം വർഷങ്ങളായിട്ട് ഞങ്ങൾ അതിൻ്റെ ഭാഗമാണ്. അപ്പം ഞങ്ങൾ നമ്മൾ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടാക്കണം. അപ്പോൾ ആ റെസ്റ്റോറൻറ്റിനെ കുറിച്ച് ഞങ്ങൾക്ക് കുറേ ധാരണകൾ, ഞങ്ങളുടെ ഒരു യാത്ര, ഞങ്ങളുടെ വായന, നമ്മുടെ ഒരു ഒബ്സർവേഷൻ, അതൊക്കെ ഞങ്ങൾ പലയിടത്തുനിന്നായിട്ട് കൊണ്ടുവന്ന കുറേ ഐഡിയാസ് എല്ലാം വെച്ചിട്ട് ഞങ്ങളുടേതായ ഒരു സ്റ്റൈലിലും ഡിസൈനിലും ഒക്കെ ഞങ്ങൾ ഒരു റെസ്റ്റോറൻറ്റ് ചെയ്യണമെന്നുള്ളൊരു തീരുമാനം ഉണ്ടാവുന്നു. ഞങ്ങൾ റെസ്റ്റോറൻറ്റിലേക്ക് എൻ്റർ ചെയ്യുകയാണ്. അപ്പോൾ എൻ്റർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഒരു വിഷൻ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ ഫോളോ ചെയ്യുന്ന റെസ്റ്റോറൻറ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് കേരളത്തിലെ പാരഗൺ എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റ് ഗ്രൂപ്പാണ്. അപ്പോൾ പാരഗണിലെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഫുഡിൻ്റെ ക്വാളിറ്റി, ബാക്കി ആംബിയൻസ്, സർവീസ്, ഇതൊക്കെ മാറ്റി നിർത്തിയിട്ട് ഞങ്ങൾ ഏറ്റവും കൂടുതൽ എന്നെ ഇപ്പോഴും ഇൻസ്പയർ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഭക്ഷണത്തിന് വേണ്ടിയിട്ട് അവരുടെ കസ്റ്റമേഴ്സ് കുറേ അധികം സമയം വെയിറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റമുണ്ട്. ഒരു പ്രോപ്പർ സിസ്റ്റമാണ്.
നമ്മൾ ചെല്ലുക, നമ്മുടെ വെയിറ്റിംഗ് ഉണ്ടാവും. കാര്യങ്ങളിൽ എല്ലാ റെഗുലർ കസ്റ്റമേഴ്സിനും അറിയാം വെയിറ്റിംഗ് ഉണ്ടാവുമെന്ന്. ഞങ്ങൾ വെയിറ്റ് ചെയ്യുക, നമ്മുടെ പേരും ഫോൺ നമ്പറും കൊടുക്കുക, വെയിറ്റ് ചെയ്യുക. നമ്മുടെ ടേൺ ആകുമ്പോഴത്തേക്ക് അവർ നമ്മളെ ഇൻഫോം ചെയ്യും. ഈ ഒരു സിസ്റ്റം ഉണ്ട്. അപ്പം ഇത് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യുന്ന റെസ്റ്റോറൻറ്റുകൾ ഒരുപാടുണ്ട്. പക്ഷേ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഏത് സമയത്ത് നിന്ന് കഴിഞ്ഞാലും ഈ മെത്തേഡ് അല്ലെങ്കിൽ ഈ സിസ്റ്റം നമുക്ക് കാണാൻ പറ്റുന്ന ചുരുക്കം ചില റെസ്റ്റോറൻറ്റുകളാണെന്നാണ് ഇപ്പോൾ പറഞ്ഞത്. അപ്പം ഞങ്ങൾ ആ പ്രോജക്റ്റ് ആലോചിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ചട്നിമാമി എന്ന് പറയുന്ന വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഞങ്ങൾ ആദ്യം എൻ്റർ ചെയ്യുന്നത്, ഓപ്പൺ ചെയ്യുന്നത് പറഞ്ഞാൽ ചട്നിമാമി എന്ന് പറയുന്ന വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റാണ്. അപ്പോൾ ഈ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അതിന് മുന്നേ ആ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് ഞങ്ങൾ ഉണ്ടാക്കുന്നു, അതിനുള്ള കൺസ്ട്രക്ഷൻ നടക്കുന്നു. റെസ്റ്റോറൻറ്റിനെ കുറിച്ച് നമ്മൾ ആലോചിക്കുന്ന സമയത്ത് ഞങ്ങളുടെ എല്ലാം പ്ലാൻ എന്ന് പറയുന്നത് ഈ റെസ്റ്റോറൻറ്റ് തുടർന്ന് ഇതെന്താവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിൽ ആളുകൾ ക്യൂ നിന്ന്, ആളുകൾ ഫോൺ നമ്പർ തന്നിട്ടോ അല്ലെങ്കിൽ പേര് ബുക്ക് ചെയ്തിട്ട് ആളുകൾ വെയിറ്റ് ചെയ്ത് നിന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു റെസ്റ്റോറൻറ്റ് എന്ന ലെവലിലേക്ക് ഞങ്ങളുടെ റെസ്റ്റോറൻറ്റിനെ കൊണ്ടെത്തിക്കണം എന്നുള്ളതാണ് ഞങ്ങൾ റെസ്റ്റോറൻറ്റ് ആലോചിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത്. അപ്പം ഞങ്ങൾ ശരിക്കും ഇന്ന് മെയ് 4 നാളെ കഴിഞ്ഞ് മറ്റന്നാൾ മെയ് 6 ഞങ്ങൾ ചട്നിമാമി എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് 1 വർഷം കംപ്ലീറ്റ് ആവുകയാണ്. അപ്പോൾ ഈ 1 വർഷത്തിനിടയിൽ ഞങ്ങൾ ഏറ്റവും വലിയ അച്ചീവ്മെൻറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തുടക്കം മുതലേ ഞങ്ങൾക്ക് ഈ ഒരു ക്രൗഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. ആളുകൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആളുകൾ വെയിറ്റ് ചെയ്യിപ്പിക്കുന്നത് ഒരു നല്ല കാര്യമാണെന്നല്ല പറയുന്നത്. പക്ഷേ ഞങ്ങളുടെ ഏറ്റവും വലിയ ഡ്രീം എന്ന് പറയുന്നത് ഭക്ഷണത്തിന് വേണ്ടി ആളുകൾ ക്യൂ നിൽക്കുന്ന ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹം. അപ്പം ഞങ്ങളൊരു സ്വന്തമായിട്ട് റെസ്റ്റോറൻറ്റ് ഉണ്ടാക്കുക എന്നുള്ളൊരു കാര്യം തീരുമാനിക്കുന്നു. അതിൻ്റെ ഏറ്റവും അവസാനമായിട്ട് ഞങ്ങൾ അതിൻ്റെ ഒരു ഡെഡ് ലൈൻ വയ്ക്കുന്നതെന്ന് പറയുന്നത് ആ റെസ്റ്റോറൻറ്റിൽ ഭക്ഷണം കഴിച്ച് ആൾ ക്യൂ നിൽക്കുക, ഭക്ഷണം കഴിക്കാൻ വേണ്ടി ക്യൂ നിൽക്കുക എന്നുള്ള ഒരു ടാർഗറ്റാണ്. അപ്പം ഇത് രണ്ടും തമ്മിൽ ഒരു 10 വർഷത്തെ ഒരു ജേണിയാണ്. ഈ 2 പർട്ടിക്കുലർ കാര്യങ്ങൾ തമ്മിൽ, ഈ സ്റ്റാർട്ടിങ് ഇതിൻ്റെ ഒരു എൻഡ് എന്ന് പറയുന്നതിൽ 10 വർഷത്തെ ഒരു ജേണിയാണ്. അപ്പോൾ ഇതിനിടയിലാണ് ഈ പറഞ്ഞ പ്രോസസ്സ് എല്ലാം നടക്കുന്നത് ഇവിടെയാണ്. ആദ്യം ഞങ്ങൾ അതിൻ്റെ ഒരു ഡിസൈൻ ഉണ്ടാക്കുന്നു, ഒരു നല്ല റെസ്റ്റോറൻറ്റ് ഉണ്ടാക്കുന്നു, നല്ലൊരു ആംബിയൻസ് ഉണ്ടാക്കുന്നു. പിന്നെ അടുത്ത് നമ്മുടെ ചലഞ്ച് എന്ന് പറഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് നല്ലൊരു ടീമിനെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഈ പറയുന്ന തുടക്കത്തിൽ തന്നെ നമുക്ക് കുറേ ക്രൈസിസുകൾ ഉണ്ടാകുന്നു. അപ്പോൾ നമുക്ക് പല സമയങ്ങളിലും നമുക്കിത് നിർത്താം, ഇത്രയും വലിയൊരു പ്രോജക്റ്റ് വേണ്ടായിരുന്നു, ഇത്രയും വലിയൊരു പ്രോജക്റ്റ് ഞങ്ങളെ കൊണ്ട് പറ്റുമോ, അങ്ങനെ പലതരത്തിൽ ഞങ്ങൾ ഇടയ്ക്ക് സ്റ്റക്കാവുന്നു. അപ്പോഴൊക്കെ നമ്മൾ വീണ്ടും അതിനെ ട്രസ്റ്റ് ചെയ്ത് നിരന്തരമായിട്ട് നമ്മുടെ ടാർഗറ്റിനെ ട്രസ്റ്റ് ചെയ്യുക, നമ്മൾ വീണ്ടും ഹോൾഡ് ചെയ്യുക, നിരന്തരമായിട്ട് അതിന് വേണ്ടിയിട്ട് വീണ്ടും വർക്ക് ചെയ്യുക, നിരന്തരമായിട്ട് നമ്മൾ അത് ചെയ്തുകൊണ്ടേയിരിക്കുക. പലതരത്തിലുള്ള പ്രതിസന്ധിയാണ് ഓരോ ഘട്ടത്തിൽ. അപ്പം അത് ആദ്യം കൺസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് അതിനുശേഷം നമ്മൾ റെസ്റ്റോറൻറ്റ് ഉണ്ടാക്കുന്നു. അപ്പോൾ പിന്നെ നമ്മുടെ അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ടീമാണ്. അപ്പോൾ ടീമിനെ കൊണ്ട് ഫുഡ് ഉണ്ടാക്കുന്നു. അപ്പോൾ ഫുഡ് ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഇതിനകത്ത് ആളുകളെ എത്തിക്കുക എന്നുള്ളതാണ്. കാരണം ഞങ്ങളൊരു കുറച്ച് ഗ്രാമപ്രദേശത്താണ്, കിളിമാനൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ആളിനെ എത്തിക്കുക എന്നുള്ളതാണ്. ആളിനെ എത്തിച്ചിട്ട് അടുത്ത എന്തെന്ന് പറയുന്നത് നമ്മൾ നല്ല ഭക്ഷണം ഉണ്ടായാൽ പോരാ, അത് പ്രോപ്പറായിട്ട് സർവ് ചെയ്യുക എന്ന് പറയുന്നതാണ് അടുത്തൊരു ടാസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ പ്രോപ്പറായിട്ട് സർവ് ചെയ്യുന്നു. അപ്പോൾ കൂടുതൽ ആളുകളിലേക്ക് ഇത് എത്തിക്കുക, അതിൻ്റെ ഒരു പ്രോപ്പർ ബ്രാൻഡിങ്ങിലേക്ക് പോവുക. അപ്പം ആദ്യം വന്ന ആളുകൾ റിപ്പീറ്റായിട്ട് ആളുകളെ വീണ്ടും ഇവിടെ കൊണ്ടുവരിക. അപ്പോൾ മാത്രമാണല്ലോ നമുക്ക് ക്രൗഡ് ക്രിയേറ്റ് ചെയ്യാനും ആളുകൾ വെയിറ്റ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് റെസ്റ്റോറൻറ്റ് ഷിഫ്റ്റ് ചെയ്യാനും ഒക്കെ പറ്റുന്നത്. അപ്പം ഇതിങ്ങനെ ഒന്നിൽ ഇതാണ്. അപ്പോൾ ഇത് ഓരോ കാര്യങ്ങൾ നമ്മൾ ഇനിഷ്യേറ്റീവ് എടുത്തതിന് വേണ്ടി വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഓരോ തരത്തിലുള്ള പ്രതിസന്ധികളാണ്. അപ്പോൾ ഇങ്ങനെ ഒരു വലിയ ജേണിയാണ് ഈ പറയുന്ന. ഇപ്പം ഞങ്ങൾ ഈ 1 വർഷത്തിൽ എത്തുമ്പോഴത്തേക്ക് ഞങ്ങളൊരു സ്വന്തമായിട്ട് നമ്മുടെ രീതിയിൽ ഉള്ള ഞങ്ങൾ ഡിസൈൻ ചെയ്ത ഞങ്ങളുടേതായിട്ടുള്ള കുറേ വാല്യൂസുള്ള ഒരു റെസ്റ്റോറൻ്റ് എന്നുള്ള ആലോചനയിൽ നിന്ന് ഈ പറയുന്ന ഇതിലേക്കുള്ളൊരു ജേണിയിൽ ഈ പറയുന്ന ഘട്ടങ്ങളെല്ലാം നമ്മൾ ഈ തിയറീസ് എല്ലാം ഫോളോ ചെയ്താണ് ഞങ്ങൾ പോയിട്ടുള്ളത്. അപ്പോൾ അതാണ് അത്ര സിമ്പിളായിട്ട് പറയാൻ പറ്റുന്നത് പറഞ്ഞതാണ്. അപ്പം ഇതിൽ ചുരുക്കി ഇത് പറയാൻ പറ്റില്ല, കാര്യം ഞങ്ങളുടെ ഒരു 10 വർഷത്തെ ജേണിയാണ്. ഓക്കെ, അതിനകത്ത് ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ചൊന്ന് ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ച് തീർച്ചയായിട്ടും ഞാൻ അതും പറയുന്നു. ഞാനത് സത്യസന്ധമായിട്ട് ഞാൻ പറയുകയാണ്, ഞാൻ ഒരിക്കലും അത് പ്രാക്ടീസ് ചെയ്തിട്ടില്ല. ഗ്രാറ്റിറ്റ്യൂഡ് ഓട്ടോമാറ്റിക്കലി ഇതൊക്കെ സംഭവിക്കുന്നതാണ്. പിന്നെയാണ് ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നതും അങ്ങനൊരു തിയറി ഇതൊക്കെ പിന്നെയാണ് അത് ശരിക്കും മനസ്സിലാക്കുന്നത്. അപ്പം നമ്മളത് മനസ്സിലാക്കിയതിന് ശേഷം അത് പ്രാക്ടീസ് ചെയ്യുന്നതാണ്. ആൾറെഡി ഞാനൊക്കെ അത് പ്രാക്ടീസ്ഡാണ്, ഞാനത് ഫോളോ ചെയ്യുന്ന ആളാണ്. പിന്നെയാണ് ഇങ്ങനൊരു തിയറി ഉണ്ടെന്നും അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുക. അപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് രണ്ടും ഒന്നാണ് എന്നുള്ളത് നമ്മളൊരു പോയിന്റിൽ മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. ഒരിക്കലും അത് അറിഞ്ഞ് അത് ചെയ്യുന്നതാണ്. അപ്പം ഞാനും കിരണുമായി നമ്മളെ സംസാരിക്കുന്ന ഒരു സമയത്ത് നമ്മൾ മുന്നേയും പറഞ്ഞിട്ടുള്ളതാണ്, ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു സ്റ്റോറി തന്നെ വീണ്ടും ഞാൻ പറയാം. നമ്മൾ പല പ്രാവശ്യം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് ഈ കാര്യം എന്ന് പറയുന്നത്. അതായത് നമ്മളെ ഈ ബിസിനസ്സുകാരുടെയൊക്കെ ഈ റീല് ചെയ്യുന്ന സമയത്ത് നിരന്തരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സംഭവമുണ്ട്, ഒരു സിനിമ ഡയലോഗ്, ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാടാ എന്ന് പറയുന്ന ഒരു സാധനം എടുത്തിട്ട് സ്ഥിരമായിട്ട് റീൽ ചെയ്യുന്ന ഒരു ശീലം നമ്മുടെ ബിസിനസ്സുകാരൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞത് എനിക്കൊന്നും പേഴ്സണലി ഒരിക്കലും അവകാശപ്പെടാൻ പറ്റില്ല ഞാൻ ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാണ് എന്നൊരു
ഒരു BGM ഇട്ടൊരു റീല് ചെയ്ത് അതിൽ എന്നെ പ്ലേസ് ചെയ്യുക എന്ന് പറയുന്നത് എനിക്കൊരിക്കലും ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണ്. എന്തുകൊണ്ടെന്ന് കഴിഞ്ഞാൽ ഞാൻ കുറേ മനുഷ്യരുടെ സത്യസന്ധമായിട്ടുള്ള ഹൃദയം കൊണ്ടുള്ള ചേർത്ത് പിടിക്കലിൻ്റെ ഭാഗമായിട്ട് ഈ സ്പേസിൽ അല്ലെങ്കിൽ എൻ്റെ ഒരു ടാർഗറ്റിൽ എത്തിച്ചേർന്ന ആളാണ്. ഒരിക്കലും എൻ്റെ ഒരു ഒൺമാൻ ഷോ അല്ലായിരുന്നു. കുറേ ആളുകളുടെ പലതരത്തിലുള്ള സഹായവും നമ്മുടെ സപ്പോർട്ടും ഒക്കെ കൊണ്ടാണ് നമ്മുടെ ഒരു പർട്ടിക്കുലർ പോയിന്റിലെത്തുന്നത്. അപ്പം നമ്മളത് പറഞ്ഞു തന്നെ പോകണമെന്നാണ് ഞാൻ പറയുന്നത്. അപ്പം ഏറ്റവും റീസെൻ്റ്ലി ഞാൻ അത്യാവശ്യം പലപ്പോഴും എന്തെങ്കിലുമൊക്കെ കണ്ടന്റ് എഴുതിയിടുന്ന ആളാണ്. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഷെയർ ചെയ്തത് കഴിഞ്ഞ മാസം 30-ാം തീയതി ഒരു വില്ലേജ് ഓഫീസറായിട്ടുള്ള ഒരു സാറ് റിട്ടയർ ആയതിനെ കുറിച്ചാണ് ഞാൻ എഴുതിയത്. അപ്പം അത് എഴുതിയെന്ന് റിട്ടയർ ആവുന്ന ഒരു വില്ലേജ് ഓഫീസറെ കുറിച്ച് എന്താണ് എഴുതാനുള്ളത്? ഒരു ഗവൺമെൻറ് ഓഫീസിൽ ഒരു ഓഫീസറെ കുറിച്ച് പ്രത്യേകിച്ച് ഒന്നും എഴുതാനില്ല. അപ്പോൾ എന്താണ് സാറിനെ കുറിച്ച് ഞാൻ അതിനകത്ത് എഴുതിയ കണ്ടന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒരു 10 വർഷം മുന്നേ ഞങ്ങളുടെ പ്രോജക്റ്റിനെ കുറിച്ച് ആലോചിക്കുന്ന സമയത്ത് ആദ്യം ഞങ്ങളുടെ ഒരു ലാൻഡ് ഡെവലപ്മെന്റ് ആയിരുന്നു ഞങ്ങളുടെ ഒരു ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറയുന്നത്. അപ്പം നിറയെ പാറകളുള്ള ഒരു വലിയൊരു പാറക്കെട്ടായിരുന്നു ഈ കാണുന്ന ഭംഗിയുള്ളൊരു സ്ഥലം എന്ന് പറയുന്നത്. വർഷങ്ങൾക്ക് മുന്നേ പാറക്കെട്ടായിരുന്നു. ഈ പാറ പൊട്ടിച്ച് ഇതിനൊരു ലാൻഡ്സ്കേപ്പിംഗ് ചെയ്ത് ഇതിനൊരു ബേസ് ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു ആദ്യത്തെ ഒരു ചലഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇറങ്ങുന്ന സമയത്ത് കുറേ പരാതികൾ, പ്രശ്നങ്ങൾ, കുറേ ലീഗൽ ഇഷ്യൂസ്, കുറേയധികം പ്രശ്നങ്ങൾ. ശരിക്കും ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ ആ വഴിയോരക്കടയിലെ ഒരു ജീവനക്കാരനായിട്ട് അല്ലെങ്കിൽ വഴിയോരക്കട വർക്ക് ചെയ്യുന്ന സമയത്താണ് ഇത് രണ്ടും കൂടി, ഇതിൻ്റെ പേപ്പർ വർക്കും ഈ പ്രോജക്റ്റിൻ്റെ ഇനിഷ്യൽ വർക്കും അവിടുത്തെ ജോലിയൊക്കെ ഒരുമിച്ചാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ തീരെ സമയമില്ല. ശരിക്കും നമ്മൾ ഈ പച്ചമലയാളത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ പട്ടി വാലിന് തീ പിടിച്ചു കൊടുക്കും എന്ന് പറയുന്നൊരു അവസ്ഥയാണ്. എനിക്ക് സമയം തികയില്ല. നമ്മൾ അമ്മാതിരി ഓടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ ആ സമയത്ത് ഒരു 8 വർഷം മുന്നേ ഞാൻ ശരിക്കും ഈ പ്രോജക്റ്റ് ആലോചിക്കുന്ന സമയത്ത് ഇതിൻ്റെ പേപ്പർ വർക്ക് എല്ലാം ചെയ്യുന്നത് ഞാനാണ്. ഞാനവിടെ ചെല്ലുമ്പോഴത്തേക്കും നമ്മുടെ ഈ പറഞ്ഞ ഈ സാറിൻ്റെ പേര് സുഭാഷ് എന്നാണ്. അപ്പോൾ സാറ് അവിടെ ഉണ്ട്. സാറിന് ഞങ്ങളുടെ അതുവഴിയാണ് സാറ് എല്ലാ ദിവസവും യാത്ര ചെയ്യുന്നത്. അപ്പോൾ പോകുമ്പോൾ ഒരു ക്രൗഡ് അവിടെ വന്ന് പലപ്പോഴൊക്കെ ഭക്ഷണം കഴിക്കാൻ വരുമ്പോഴൊക്കെ സാറിന് ഈ ക്രൗഡ് നമ്മുടെ ഒരു ജോലി എന്താണ്, എപ്പോഴും തിരക്കാണ്, ആ ജോലിയുടെ സ്വഭാവമൊക്കെ അറിയാം. അപ്പോൾ പലപ്പോഴും ഞാനിവിടെ ചെന്നിട്ട് നമ്മൾ രാവിലെ അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ കൊടുത്ത് ചിലപ്പോൾ ഈവനിങ് ഒക്കെ ആ പേപ്പർ നമുക്ക് അലൗഡ് ആകും. അപ്പോൾ രാവിലെ അത് കൊടുത്തിട്ട് വൈകുന്നേരം ഇത് മേടിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രാവശ്യം കൂടെ വരേണ്ടി വരും. അപ്പോൾ വരേണ്ട ഒരു സമയത്ത് പല ദിവസവും സാറ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, മഹേഷ് ഞാൻ അതുവഴിയല്ലേ പോകുന്നത്. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഇനി മഹേഷ് തിരക്കിൻ്റെ ഇടയിൽ വരണ്ട, ഞാനിതങ്ങ് തന്നേക്കാം എന്ന് പറഞ്ഞിട്ട് പല ദിവസങ്ങളിലും പുള്ളി എനിക്ക് ഷോപ്പിൽ തരികയും ഞാനിത് മേടിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഒരു ഗവൺമെൻറ് എംപ്ലോയിയാണ്. അപ്പോൾ ഗവൺമെൻറ് എംപ്ലോയിക്ക് അങ്ങനെ അതൊന്നും മനസ്സിലാക്കേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞു പുള്ളി എന്തെങ്കിലും നമുക്ക് ഇത് ചെയ്തു തന്നായിട്ടല്ല ഞാൻ പറഞ്ഞു ഇത്തരത്തിലുള്ള കുറേ നമ്മളെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി മനസ്സിലായി. അവരെ സംബന്ധിച്ച് അതൊരു വലിയ കാര്യമല്ല. എൻ്റെ ഷോപ്പിൻ്റെ മുന്നിൽ കൂടെ പോകുന്നു, അപ്പോഴത്തേക്ക് ഒരു പേപ്പർ തന്നേക്കാന്ന് പറഞ്ഞു. പക്ഷെ നമ്മുടെ ആ ചെല്ലുമ്പോഴത്തേക്ക് നമുക്കൊരു പരിഗണന, നമുക്ക് ആ ഒരു നിശ്ചിത സമയം, എൻ്റെ ഒരു ചെറിയൊരു ജേണി ചിലപ്പോൾ ഒരു 15 മിനിറ്റ് ആയിരിക്കും. എൻ്റെ ഒരു ദിവസത്തിൻ്റെ ഒരു 15 മിനിറ്റ് അത്രയും വിലയുള്ളതാണ്. അപ്പോൾ അത് നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്നു എന്ന് പറയുന്നൊരു കാര്യമാണ്. ഞാൻ പറഞ്ഞത് ഇത് ഒരൊറ്റ പർട്ടിക്കുലർ കാര്യത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. ഈ ഒരു കഴിഞ്ഞ കുറേ വർഷത്തിൻ്റെ ജേണിയുടെ ഇടയിൽ ഇതുപോലുള്ള ഒരു മനുഷ്യത്വപരമായിട്ടുള്ള സമീപനം ഞാൻ പല ആളുകളിലും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരിക്കലും നമുക്ക് അത് ഒറ്റയ്ക്ക് എന്ന് പറയുന്നത് ഒരു ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ഞാൻ ഒറ്റയ്ക്കാണ് ഇത് ചെയ്തത് എന്നുള്ള ക്ലെയിം ചെയ്യാൻ, ഞാനും എൻ്റെ ബ്രദറും കൂടെയാണ്, എങ്കിൽ പോലും നമുക്ക് രണ്ടുപേർക്ക് ഒരിക്കലും ക്ലെയിം ചെയ്യാൻ പറ്റില്ല ഞങ്ങളിത് ഒറ്റയ്ക്കാണ്, അല്ലെങ്കിൽ ഞങ്ങളുടെ എഫർട്ടാണ്, ഞങ്ങളുടെ മാത്രം ഹാർഡ് വർക്കാണ് എന്നുള്ളൊരു കാര്യം നമുക്ക് അത് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്നൊക്കെ പറയുന്ന സമയത്ത് ആളുകൾ പറയും നമുക്ക് ഈ ആവശ്യമുള്ള കാര്യങ്ങൾ യൂണിവേഴ്സ് കൊണ്ടുതരിക, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ നമ്മളിലേക്ക് കൊണ്ടുവരിക, അങ്ങനെയൊക്കെ പറയുന്നതൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടോ? അല്ല, അങ്ങനെയല്ല. ഇപ്പം നമുക്ക് താങ്ങാവുന്നതേ നമ്മൾ എടുക്കാവും. നമ്മളെ കൊണ്ട് പറ്റും എന്ന് വിശ്വാസമുള്ള ഒരു പർട്ടിക്കുലർ കാര്യം എന്താണെന്നുള്ളത് ചെയ്യാൻ തീരുമാനിക്കുക. നമ്മൾ വളരെ സത്യസന്ധമായ അതിനു വേണ്ടിയിട്ട് യത്നിക്കുക. സമയമെടുക്കും, പ്രശ്നങ്ങളുണ്ടാവും, തടസ്സങ്ങളുണ്ടാവും, ബുദ്ധിമുട്ടുകളുണ്ടാവും, പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അതിലേക്ക് എത്തുന്നതിലും ഉണ്ടാവും. അപ്പോഴൊക്കെ നമ്മൾ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മളതിനെ ട്രസ്റ്റ് ചെയ്യുക. ഒന്നാമത്തെ കാര്യം നമ്മളതിനെ വിശ്വസിക്കുക എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഹോൾഡ് ചെയ്യുക, നമ്മൾ ട്രസ്റ്റ് ചെയ്യുകയും ഹോൾഡ് ചെയ്യുക. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനുവേണ്ടി നിരന്തരമായിട്ട് വർക്ക് ചെയ്യുക. ഈ 3 കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിനകത്ത് എത്തും എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ്. അങ്ങനെയാണ്. അതിൽ നമ്മൾ അതിനകത്തല്ല ഞാൻ പറയുന്നത് നമ്മളെ കണക്ട് ചെയ്തുള്ള ആളുകളൊക്കെ വരുമെന്ന്. അതാണ് ഞാൻ പറഞ്ഞത്. ഇത് 3 നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ഈ 3 കാര്യങ്ങൾ നമ്മൾ ചെയ്യാം. ബാക്കി ഓട്ടോമാറ്റിക്കലി ഇത് നമ്മൾ സത്യസന്ധമായിട്ടും വളരെ ജെന്യൂനുമായിട്ടും നമ്മളിത് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ഈ കാര്യങ്ങളെല്ലാം നമ്മളിലേക്ക് എത്തും എന്നാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്, നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. നമുക്ക് ചെയ്യാൻ എല്ലാ കാര്യങ്ങളും നമ്മുടെ കയ്യിലല്ല. അപ്പം നമ്മുടെ കയ്യിലുള്ള കുറേ കാര്യങ്ങളുണ്ട്. നമ്മളൊരു വിഷനോടുകൂടി ഒരു കാര്യത്തിന് സമീപിക്കുക, അതിനെ ട്രസ്റ്റ് ചെയ്യുക. 100% നമ്മുടെ കയ്യിലുള്ള കാര്യമാണ്. നമ്മൾ ആ ട്രസ്റ്റ് ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ കാര്യത്തിന് വേണ്ടി നിരന്തരം ശ്രമിക്കുക, വർക്ക് ചെയ്യുക, ഹാർഡ് വർക്ക് ചെയ്യുക. അതൊന്നും
അതിന് കണ്ടിന്യൂ ചെയ്യുക, ഇതൊക്കെ നമ്മുടെ കയ്യിലുള്ള കാര്യം. നമ്മൾ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്യുക. പിന്നെ ഉള്ളതെന്നുള്ള നമ്മുടെ കാര്യമില്ല. ഇതിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ നമുക്കൊരു പർട്ടിക്കുലർ കാര്യം, നമുക്കൊരു റെസ്റ്റോറൻറ്റ് ഉണ്ടാക്കാം, അത് സക്സസ് ആവാനുള്ളൊരു ഫോർമുല എല്ലാം നമുക്കുണ്ടാവാം. പക്ഷേ ഈ സക്സസ് എന്ന് പറയുന്ന കാര്യം നമ്മുടെ കയ്യിലുള്ള കാര്യമല്ല. നമുക്ക് നന്നായിട്ട് നമുക്ക് കാശുണ്ടെങ്കിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം, നമുക്ക് നല്ല ടീമിനെ വയ്ക്കാം, നമുക്ക് നല്ല പ്രൊഡക്റ്റ് ഉണ്ടാക്കാം. പിന്നെ ഒരു പരിധി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ അടുത്ത ഒരു ഘട്ടം തീരുമാനിക്കുന്നതെന്ന് പറയുന്നത്, ഒരു സക്സസ് തീരുമാനിക്കുന്നത് നമ്മളല്ല. ഇത് വന്ന് കഴിക്കുന്ന ആളുകളാണ് അത് നല്ലതാണോ മോശമാണോ എന്ന് പറയുന്നത്. അത് നല്ലതാണെന്നുണ്ടെങ്കിൽ അവർ പരസ്പരം ഷെയർ ചെയ്യുകയും കൂടുതൽ ക്രൗഡ് അവിടേക്ക് വരും. ഇത് നമ്മുടെ കയ്യിലുള്ള കാര്യമില്ല. നമുക്കപ്പോൾ അതിന് മുന്നേ ഉള്ള കുറച്ച് കാര്യങ്ങളിൽ മാത്രമാണ് നമുക്ക് റോളുള്ളത്. അത് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ വഴിക്ക് വിടുക, സൈലൻ്റായിട്ട് അതിനെ നോക്കി നിൽക്കുക. അപ്പം അവിടെയാണ് ഈ പറയുന്നൊരു യൂണിവേഴ്സ് എന്ന് പറയുന്നത് വർക്ക് ചെയ്യുന്നത്. അപ്പം നമ്മൾ ചെയ്യുന്ന കാര്യം പ്രോപ്പറാണ്, നമ്മൾ ചെയ്യുന്ന കാര്യം ജെന്യൂൻ ആണെന്നുണ്ടെങ്കിൽ അവിടെ റിസൾട്ട് എന്ന് പറയുന്നത് കൃത്യമായിട്ട് സംഭവിക്കും. അപ്പം അതിനെയാണ് നമ്മൾ ഈ യൂണിവേഴ്സിൻ്റെ ഇതൊക്കെ ഞാൻ ഉദ്ദേശിച്ച ഒരു പോയിന്റിലേക്ക് വന്നു. അതായത് നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ എന്നൊക്കെ കേൾക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ കേൾക്കുന്ന സമയത്ത് നമ്മൾ കണ്ണു അടച്ചെന്ന് പ്രാർത്ഥിച്ചാലൊന്നും വരില്ല, അത് പറഞ്ഞുകൊണ്ടിരുന്നാൽ വരില്ല. അദ്ദേഹം പറയുന്നത് വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ നമ്മുടെ ജോലി 100% ഇടുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് റിസൾട്ട് വരുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അതോടൊപ്പം നമ്മൾ സക്സസിനെ അല്ല ഫോക്കസ് ചെയ്യേണ്ടത്, അപ്പാർട്ട് ഫ്രം ദാറ്റ് നമ്മളുടെ എഫർട്ടിനെ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുമ്പോൾ സക്സസ് ഓട്ടോമാറ്റിക്കായിട്ട് വരുമെന്നാണ്. പിന്നെ അതിനകത്ത് ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മൾ അതിനകത്ത് ജെന്യൂൻ ആയിട്ടിരിക്കണം. ഈ നമ്മൾ ചില ആളുകൾ പറയുന്ന നമ്മുടെ ലെജൻഡായിട്ടുള്ള സച്ചിൻ റിട്ടയർമെൻറ്റിൽ ആ ഒരു ഫംഗ്ഷനിൽ പറയുന്ന ഒരു വിജയത്തിലേക്ക് കുറുക്ക് വഴികളില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന്റെ കരിയർ അവസാനിക്കുന്ന സമയത്ത് പുള്ളി പറയുന്ന ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, വിജയത്തിലേക്ക് കുറുക്ക് വഴികളൊന്നുമില്ല. നമ്മൾ നിരന്തരം വിയർക്കേണ്ടടുത്ത് വിയർക്കുകയും ഉറക്കമൊഴിയേണ്ടടുത്ത് ഉറക്കമൊഴിയുകയും അധ്വാനിക്കേണ്ടടുത്ത് അധ്വാനിക്കുകയും തന്നെ ചെയ്യണം. വേറെ കുറുക്ക് വഴികളൊന്നുമില്ല. സ്മാർട്ട് വർക്കിൻ്റെയൊക്കെ കാലത്തിരുന്നാണ് ഞാനിത് സംസാരിക്കുന്നതെന്നുള്ള ബോധ്യം എനിക്ക് നന്നായിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും പറയുകയാണ്, വിജയത്തിലേക്ക് വേറെ കുറുക്ക് വഴികളൊന്നുമില്ല. നമ്മളത് ജെന്യൂനായിട്ട് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. റിസൾട്ട് ഉണ്ടാവും. നമ്മൾ ചെയ്യുന്നത് സമയമെടുക്കും, കാലതാമസം എടുക്കും, പക്ഷെ റിസൾട്ട് അത് കൃത്യമായിട്ട് ഉണ്ടാവും. അങ്ങനെയാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ്. ഓക്കെ, കറക്റ്റ്. അതപ്പോൾ തന്നെ നിങ്ങൾ സക്സസ് എന്ന് പറഞ്ഞ വേർഡ് ഉപയോഗിച്ചു. അക്കോർഡിംഗ് ടു യു, വാട്ട് ഡു യു മീൻ ബൈ സക്സസ് അക്കോർഡിംഗ് ടു യു? അല്ല, നമുക്കത് ഒറ്റ വാക്കിൽ പലതും പറയാം. ഇപ്പം ഒരു ബിസിനസ് ചെയ്ത് അതിനകത്ത് ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവുക, നമ്മളൊരു അതിൽ നിന്ന് കുറേ സമ്പാദ്യം ഉണ്ടാക്കുക, അല്ലെങ്കിൽ അസറ്റ്സ് ഉണ്ടാക്കുക, വലിയ കാറ് മേടിക്കുക, ഇതൊക്കെ എന്താണ് നമ്മുടെ സക്സസ് ആയിട്ട് പറയാം ഒരു സൈഡിൽ. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഇതിൻ്റെ ഒരു സാമ്പത്തിക സൈഡ് എന്ന് പറയുന്നത് രണ്ടാമതാണ്. ഞാൻ അതിനകത്ത് സക്സസ് ആയിട്ട് കാണുന്നതെന്ന് പറയുന്നത്, നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു പ്രൊഡക്റ്റ്, ഒരു ഭക്ഷണം കഴിച്ചിട്ട് ഒരാൾ നല്ലത് ആണ് എന്ന് പറയുന്നതാണ്. എന്നെ സംബന്ധിച്ചെന്ന് പറയുന്നത് 20 വർഷത്തെ ഒരു കോണ്ടാക്ട്സ്, 20 വർഷം കൊണ്ട് ഞാൻ ഈ ഫീൽഡിലുണ്ട്. അപ്പോൾ എന്നോട് പേഴ്സണലി കിരൺ ചോദിക്കുകയാണ്, എന്താണ് മഹേഷിൻ്റെ ഏറ്റവും വലിയ അസറ്റ്, അല്ലെങ്കിൽ ഈ കഴിഞ്ഞ കാലത്ത് 20 വർഷം ഈ ഇൻഡസ്ട്രിയുടെ ഭാഗമായിട്ട് നിൽക്കുമ്പോഴത്തേക്ക് ഉള്ള ഏറ്റവും വലിയ സേവിങ്സ് എന്താണ് എന്നോട് ചോദിക്കും. ഞാൻ പറഞ്ഞു, ഓരോരുത്തരുടെയും പെർസ്പെക്റ്റീവ് ഓരോന്നായിരിക്കും. ഞാൻ സക്സസിനെ കുറിച്ച് ഓരോ ഡെഫിനിഷൻ ആയിരിക്കും, ഓരോ പെർസ്പെക്റ്റീവ് ആയിരിക്കും ഓരോരുത്തരുടെ. അപ്പോൾ എൻ്റെതായിരിക്കില്ല കിരണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ചില ആൾ വലിയ വണ്ടി മേടിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ അവരുടെ ബാങ്ക് ബാലൻസ് കൂടുന്നതായിരിക്കും, അവരുടെ ഓരോ ദിവസവും അവരുടെ ഔട്ട്ലെറ്റ് കൂട്ടുന്നതായിരിക്കും, അല്ലെങ്കിൽ അവരുടെ ഒരു സെയിലിൻ്റെ ടേൺ ഓവർ വെച്ചിട്ടായിരിക്കും. ഇതൊക്കെ ആയിരിക്കാം. അത് ചെയ്യുന്ന അങ്ങനെ കണക്കാക്കുന്ന ഒരു മോശക്കാരെന്നല്ല പറയുന്നത്. ഞാൻ പറഞ്ഞു, എന്നെ സംബന്ധിച്ച് എൻ്റെ ഏറ്റവും വലിയ അസറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ഞാൻ പറയുന്ന, അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ കോണ്ടാക്ട്സ് ആണ്. ഞാനൊരു ചെറിയൊരു ഗ്രാമപ്രദേശത്തു നിന്ന് ഈ ഇൻഡസ്ട്രിയുടെ ഭാഗമായിട്ട് വന്ന ആളാണ്. എൻ്റെ കഴിഞ്ഞ 20 വർഷം കൊണ്ട് എൻ്റെ ഫോണിലും അല്ലെങ്കിൽ അല്ലാതെയൊക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു കോണ്ടാക്ട്സ് ആണ് എൻ്റെ ഏറ്റവും വലിയ അസറ്റ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എൻ്റെ ഏറ്റവും വലിയ അസറ്റ് എന്ന് പറയുന്നത് എൻ്റെ കോണ്ടാക്ട്സ് ആണ്, എൻ്റെ സൗഹൃദങ്ങളാണ്, അല്ലെങ്കിൽ എൻ്റെ കോണ്ടാക്ട്സ് ആണ് എൻ്റെ ഏറ്റവും വലിയ അസറ്റ്. ഞാൻ എന്നെ ഡിഫൈൻ ചെയ്യുന്നത് എന്താണ് സക്സസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ അതിനെ ഡിഫൈൻ ചെയ്യുന്നത് ഇങ്ങനെ. ഞാൻ ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച്, അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷനെ കുറിച്ച്, ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ചൊക്കെ പഠിച്ചപ്പോൾ എനിക്ക് ഏറ്റവും നന്നായിട്ട് അതിനെക്കുറിച്ചൊന്ന് ആഴത്തിലൊന്ന് മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ ചട്നി മാമിയുടെ ഓണർ എന്നുള്ളതില്ല, ഹാപ്പിക്കോയുടെ ഓണർ എന്ന നിലയിൽ അവരുടെ ഒരു ജേണിയിൽ അവരിത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇവിടെ എത്തിയത്. ഏറ്റവും മനോഹരമായിട്ടുള്ള രീതിയിൽ തന്നെ മഹേഷ് ഇതിനെക്കുറിച്ചെല്ലാം തന്നെ പറഞ്ഞു തന്നു. അപ്പോൾ ഞാനിത് ഒരു തുടക്കക്കാരനാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു വരുന്നേ ഉള്ളൂ. അത് പക്ഷേ എനിക്ക് പഠിക്കുമ്പോൾ അതിനെ ലോജിക്കലായിട്ട് ഒക്കെ പഠിച്ചാൽ മാത്രമേ അതുകൊണ്ട് ഫ്യൂച്ചറിൽ കാര്യമുള്ളൂ, അല്ല നമ്മൾ വിശ്വസിച്ചിട്ട് കാര്യമില്ല ഒരു കാര്യത്തിൽ. അപ്പോൾ ഇവരിതൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ വന്ന സമയത്താണ് എനിക്ക് മനസ്സിലാകുന്നത്, ഇവരത് തുടക്കത്തിൽ തന്നെ അത് മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങുന്ന സമയത്ത് തന്നെ ഇവർ ആഗ്രഹിച്ചിരുന്നത് വെറും ഒരു റെസ്റ്റോറൻറ്റ് പണിയാനല്ല ഇവർ ഉദ്ദേശിച്ചത്, മറിച്ച് പാരഗൺ റെസ്റ്റോറൻറ്റ് പോലെ ഇവിടെ ക്യൂ നിന്ന ആളുകൾ
ഞങ്ങളുടെ വിഷൻ അതായിരുന്നു. വിഷൻ അതായിരുന്നു. ഞങ്ങൾ അതിലേക്കാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. അപ്പൊ അത് തുടക്കത്തിലെ ഇതൊക്കെ ഒരു നമ്മളൊരു ബ്ലൂ പ്രിന്റ് പോണൊക്കെ ആ ഒരു ഞങ്ങള് അതായത് ഞങ്ങളത് വിഷ്വൽ ചെയ്തിട്ടുണ്ട്. അതായത് ഞങ്ങളുടെ റെസ്റ്റോറന്റില് ഒരു ക്രൗഡ് നിൽക്കുന്നത്, ഭക്ഷണം കഴിക്കാൻ വേണ്ടി ക്രൗഡ് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് ഞങ്ങൾ 10 വർഷം മുന്നേ ഞങ്ങൾ വിഷ്വലൈസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് വിഷ്വലൈസേഷൻ അതിന്റെ പാർട്ടാണ്. അപ്പൊ അത് 10 കൊല്ലം മുമ്പ് ഇത് മാനിഫെസ്റ്റ് ചെയ്ത അല്ലെങ്കിൽ ആ വിഷ്വലൈസ് ചെയ്ത താനാണ് ഇപ്പോൾ സംഭവിച്ചത്. അപ്പൊ നിങ്ങൾ യൂണിവേഴ്സിന്റെ തിയറി ഉപയോഗിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും. പിന്നീട് ഇവർ പറയുന്ന അനുസരിച്ച് രണ്ടാമത് വെച്ച് നോക്കുമ്പോൾ ഇവർ ലോജിക്കലായിട്ടാണ് അപ്രോച്ച് ചെയ്തത്. ഇവർക്ക് ഇത്ര ലാൻഡ് ഉണ്ട്, ബാക്കിയുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്, അതിന് മുകളിലാണ് ഇവർ വർക്ക്. ഇവർക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന, അവർക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രീമിനെയാണ് ചെയ്തത്. അപ്പോൾ ഒരുപാട് സ്ട്രഗിൾസ് വന്നെങ്കിലും ഒരുപാട് ആളുകൾ വന്നു. അപ്പോൾ നമുക്ക് അറിയാം, എന്താണ് പറയാ, യൂണിവേഴ്സിന്റെ മറ്റു ശക്തികളൊക്കെ നിങ്ങൾ സഹായിച്ചു എന്ന് പറയാം, മറ്റേ ഇൻവിസിബിൾ ആയിട്ടും ഒക്കെ അല്ലേ? തീർച്ചയായിട്ടും. അത് ആർക്കും അത് ഇല്ലെന്ന് അവകാശപ്പെടാൻ പറ്റില്ല. അത് അങ്ങനെ ആരെങ്കിലും അവകാശപ്പെട്ട് കഴിഞ്ഞാൽ അതൊരു ഫേക്ക് ആണെന്ന്, അല്ലെങ്കിൽ അതൊരു പൊള്ളയായ ഒരു അവകാശവാദം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും. ഇല്ലാതെ ഒന്നും ആർക്കും ഒന്നും നമ്മളൊരു കൊറോണയും ഒരു 2 പ്രളയവും ഒക്കെ എന്താണ് അതിജീവിച്ച മനുഷ്യരല്ലേ നമ്മളൊക്കെ. അതിലൊന്നും ഒന്നും ഇല്ലെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. മനസ്സിലല്ലേ? നമ്മൾ ഉണ്ടാക്കിയതൊക്കെ മറ്റേ ഒരു കൊറോണ കൊണ്ടൊന്ന് അവസാനിച്ചു പോകുന്ന, മനസ്സിലായില്ലേ, ഒരു യുദ്ധം കൊണ്ട് അവസാനിച്ചു പോകുന്നതൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പം ഇതിന്റെ ഒന്നും ഒരു സപ്പോർട്ടൊന്നും ഇല്ലാതെ നമുക്ക് അങ്ങനെ ഒരു സക്സസ് ഒന്നും ഒരു മനുഷ്യനാവാൻ പറ്റില്ല. അപ്പോൾ ഇതൊക്കെ നമുക്ക് മാനിഫെസ്റ്റേഷനെ കുറിച്ച്, അല്ലെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ, അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ചൊക്കെ ഒരുവിധം റിയൽ ടൈം എക്സ്പീരിയൻസ് ചെയ്യുന്ന കുറേയധികം കാര്യങ്ങൾ വളരെ മനോഹരമായിട്ട് തന്നെ പറഞ്ഞു തന്നു. വളരെ സന്തോഷം. അപ്പോൾ ഞാനിതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കുകയാണ്. ഇനി ഇത്തരം കാര്യങ്ങളോടൊക്കെ നമ്മൾ ചർച്ചകൾ വീണ്ടും ഉണ്ടാവും. അപ്പോൾ ഞാൻ എന്തായാലും പുതിയ കാര്യങ്ങളായിട്ട് നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വളരെ സന്തോഷം. ഞാൻ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. പ്രേക്ഷകർക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഒരുപാട് ആളുകൾക്ക് മോട്ടിവേഷൻ ആയിരിക്കാം. വളരെ സന്തോഷം. അടുത്തൊരു കണ്ടന്റ് ആയിട്ടിരിക്കാൻ. താങ്ക് യു.